ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ അനുഗ്രഹീതരായ ഒരു ഭവനത്തിന്റെ കൂതാശയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരത്തിന്റെയും കരുണയുടെയും മോടെയും ഒക്കെ വളരെ കാലത്തെ ആഗ്രഹം ഇന്ന് ഏറ്റവും അനുഗ്രഹീതമായിട്ട് ദൈവം കിട്ടിയിരിക്കും. അവര് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഒരു വീട് അവർക്ക് കിട്ടി. ആ സന്തോഷത്തിൽ പങ്കുചേരുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വീട് ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് ഇതിനെയും ആക്കി. God's presence is everywhere, but His special presence is that He is giving, granting those things that are especially involving us, especially inviting us. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും our temples are called in your and why God's special presence was. അത് നമ്മൾ ചോദിച്ചു മേടിക്കുന്നത് രണ്ടും മതവും ഒക്കെ We are praying and thereby we are putting a part of നോക്കി വിളിച്ചാൽ നമുക്ക് എപ്പോഴും പ്രധാന സാന്നിധ്യം നോക്കി പ്രയാസമാകുമ്പോൾ കഴിഞ്ഞ 2 വർഷം നമ്മൾ കടന്നുപോയതൊക്കെ എന്ന് പറഞ്ഞാൽ വെരി ചാലഞ്ചിങ് very uncertain, and we are not knowing exactly where we are going, whether we will survive. പക്ഷെ അന്നത്തെ നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയും നമ്മുടെ അതൊക്കെ ദൈവം മറികടക്കുവാൻ നമ്മളെ സഹായിക്കും. Also they are facing the hand. They have to support millions of people left this planet and entered into eternity. അതിലൊക്കെ ദൈവം നമ്മളെ സർവൈവ് ചെയ്യുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ജീവിതയാത്രയിൽ ഒരു റിയാലിറ്റിയാണ് we will leave this planet. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലായി ജനിച്ചെങ്കിൽ ഒരിക്കലും മരിക്കാനായിട്ട് പോകും. മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. We will live forever. Because God has risen from the dead and thereby made sure and that He ensured correction for all of us and that we are going to live. ഇന്നെന്താ തന്റെ ഇച്ഛയില് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മാതാവും പിതാവും ചേർന്ന് വന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പാണ് നമ്മളെ കുറിച്ച് ദൈവം തന്റെ ഇച്ഛയിൽ നമ്മളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? അപ്പൊ ദൈവമാണ് നമ്മളെ തന്റെ സൃഷ്ടിക്കുന്നത്. അതിൽ പിന്നെ മാതാപിതാക്കളുടെ പാർട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. And they are forgetting about the child, the teachers, and they just feel the Lord is creating, fabricating that beautiful creation. You are you. You know what I mean? കർത്താവ് നമ്മളെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രൂപം കൊടുത്ത്, ഭാവം കൊടുത്ത്, ഇങ്ങനെ ആയിത്തീരുന്നു, രുചിയായിത്തീരുന്നു, തോമസിയോടൊക്കെ അപ്പൊ നമ്മളൊന്ന് ഒരു ഇങ്ങനെ ഇനി വന്നതല്ല. അപ്പനും അമ്മയും എങ്ങനെയോ ആഗ്രഹിക്കാതെ ജനിച്ചവരല്ല നമ്മൾ. Loved by God, that love created us, fabricated us, and that's why we are. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടതൊക്കെ ദൈവം കൊടുത്തു. ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങളായ ശരീരം അവരുടെ ഭൂമിയിൽ നിർത്തി ആ ശരീരവുമായ ദേഹത്തിൽ ജീവിക്കുന്നു. ഇവിടെ നിന്നെടുത്തല്ല ഇവിടെ പോകും. ദൈവത്തിൽ നിന്ന് വന്നപ്പോൾ എവിടേക്ക് പോകും?
ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ നമുക്കായിട്ട് അവരുടെ ഇറ്റേണിറ്റി വളരെ ഇൻഷുറൻസ് whether we believe or not matter for good and for bad. അത് നമ്മുടെ ചോദിക്കാം എവിടെ ആയിരിക്കണം ഭൂമിയിലായിരിക്കും അതിനകത്ത് it is our responsibility to invite our Lord or save our Lord. എവിടെ താമസിച്ചാലും അതാണ് സാന്നിധ്യത്തിൽ താമസിക്കുകയാണ് പ്രത്യേകമായ അവസരമാണ് നമ്മൾക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞു നമ്മുടെ കഷ്ടതകൾ പിന്തുണയ്ക്കാവുന്ന നമ്മുടെ കരം വെച്ച് നടത്താവുന്ന ദൈവിക സാന്നിധ്യത്തെ പ്രത്യേകമായിട്ട് नो पार्किंग है पूरा दोनों ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നമുക്കൊരു പാഷൻ അത് ബോണ്ട് that's what people make you feel അല്ലെങ്കിൽ നമ്മൾ ബോണ്ട് നമ്മളിപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം that's why we call the joy of freedom the freedom of spirit അതിനു വേണ്ടിയിട്ടും അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി ഇങ്ങനെ സെക്കുലറായിട്ട് വാല്യൂസ് അതിന് ഇതിൻ്റെ ഒക്കെ പുറകെ പോയി അവസാനം അത് എനിക്ക് ഡേയ്സ് ഞാൻ എന്ത് അച്ചീവ് ചെയ്തു പരിഹാരത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒന്നുമില്ല ബാങ്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ കുറെ കയ്യേറി ബാങ്ക് സ്വന്തം സ്റ്റോക്കിലുണ്ട് കാറുണ്ട് ഇതുണ്ട് ഇത്തരത്തിലേക്ക് വേണ്ടി എന്നുള്ളത് അതുകൊണ്ട് ഈ യാത്ര എപ്പോഴും നമ്മൾ എപ്പോഴും നിശ്ചയക്ക് വേണ്ടിയുള്ള ഒരു സുഖമായി കാണുകയും അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യും അപ്പൊ ഇപ്പൊ ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ് അവർക്ക് അതായത് അവർക്കൊരു വീട് അതൊരു അനുഗ്രഹമാണ് സ്റ്റേജാണ് അപ്പൊ ദൈവത്തിന്റെ പ്രോമിസാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് താൻ വേണ്ടതെല്ലാം കൊടുത്തു കൊള്ളാം എന്ന് ദൈവത്തിന്റെ പ്രോമിസ് ആ പ്രോമിസ് അധിഷ്ഠിതമായി മുന്നോട്ട് പോകാം നമുക്ക് സന്തോഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെ വാക്കിനെ വികസിപ്പിക്കുന്നില്ല അമ്മ when we live in this planet, God is giving us, blessing us with so much of it. At the same time, it's our responsibility to enjoy everything. At the same time, we have to walk and invite the special presence of God in everyday life. And our repentance and preparation should be on a daily, not keep up to the end of it. It is unpredictable. We may enter in eternity at any moment. നമ്മളെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമല്ല നമ്മൾ എന്തും ജീവിക്കാനായിട്ട് പോവുക ആ ഒരു സന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് നല്ലതായിട്ട് ജീവിക്കാനായിട്ട് ഒരുങ്ങുക ഈ പുതിയ വീട്ടിൽ പുതിയ സുഖം നൽകട്ടെ ന്യൂ ഹൗസ് ന്യൂ ഹൗസ് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങുന്ന എവിടെയാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് പോലെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ മീനിങ് നിങ്ങൾക്ക് ഉൾക്കൊണ്ടോ So be focused on Jesus Christ and your Christian journey. You may be, caught up with a lot of worldly stuff. ഇപ്പം അങ്ങനെ ഒരു ഓട്ടം ചെറുപ്പത്തിന്റെ അതോടൊപ്പം തന്നെ നിങ്ങൾ you should be very focused with eternity, true Christian values, and in bringing up your children, focused on Christian values. അത് കോംപ്രമൈസ് ചെയ്യും മനസ്സിലായില്ലേ പള്ളി ആരാധന Sunday is for God.
and feast days are obligatory. ഓക്കെ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഞാൻ പള്ളിയിൽ പോയിക്കോളാം, 2 ആഴ്ച അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ അതെന്തിനാണ്, കൂടുതലാണല്ലോ, ഇപ്പോഴത്തെ ഗ്യാസ് പ്രൈസിന് ഇത് മുതലാകത്തില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ സൺഡേ ലോർഡ് ഈസ് കോളിംഗ് ആൻഡ് ഒബ്ലിഗേറ്ററി ഫീസ്റ്റ് ഡേ, ഫോർ എക്സാമ്പിൾ പാറ്റേൺ സെയിൻസ് ഡേ, ഇന്ന് ഒരു വലിയ ഒബ്ലിഗേറ്ററി ഡേ ആണ്. നമ്മുടെ പള്ളിയുടെ പിതാവ് ആരാ? നാളെ പെരുന്നാളാണ്, പള്ളിയിൽ പോകാം. ഇല്ലെങ്കിൽ ഈ പ്രോമിസസ് ഒക്കെ കർത്താവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അലച്ചു വിളിച്ചാലും കർത്താവ് തിരിച്ച് നമ്മളോട് ചോദ്യം ചെയ്യും. മക്കളെ, നിങ്ങൾ എന്നെ അന്വേഷിക്കാറുണ്ടോ? നിങ്ങൾ കഷ്ടത വരുമ്പോൾ എന്നെ വിളിക്കുകയും നിങ്ങൾ എന്റെ സന്നിധിയിൽ വരികയും, ഇറ്റ്സ് എ കമ്മ്യൂണൽ റിലേഷൻഷിപ്പ്. ഇഫ് യു ഒബേ മൈ കമാൻഡ്മെന്റ് യു വിൽ ബി മൈ പീപ്പിൾ ആൻഡ് ഐ വിൽ ബി യുവർ ഗാഡ്. യു നോ, ഇഫ് യു ഡു ദിസ് യു വിൽ ബി മൈ പീപ്പിൾ, മൈ ചിൽഡ്രൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല പിള്ളേരായോണ്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഒക്കെ ഏജും ഒക്കെ കഴിഞ്ഞു വന്നതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഫോക്കസ് പ്രയോറിറ്റീസ് ഒക്കെ എനിക്കറിയാം. കുറച്ചുകൂടെ സെറ്റിൽ ചെയ്യാനും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനും ജോലിയിലാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ. അറ്റ് ദ സെയിം ടൈം ഡോണ്ട് കോംപ്രമൈസ്, നെവർ എവർ കോംപ്രമൈസ് സ്പിരിച്വൽ. ദാറ്റ് വിൽ കം ബാക്ക്. ഈ ആയത്തിലൊക്കെ കൗണ്ടഡ് ആണ്. എത്ര സൺഡേ പള്ളിയിൽ പോകും എന്നുള്ളത് കൃത്യമായ ലിസ്റ്റ്. നമ്മളിപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? 90 into 365 days. അതിനകത്ത് എത്ര സൺഡേ ഉണ്ട്? അതിനപ്പുറം പള്ളിയിൽ പോകുന്നു. അപ്പൊ അതുകൊണ്ട് പള്ളി ആരാധനകളിൽ വിട്ടുവീഴ്ചയില്ലാതെ സംബന്ധിക്കുകയും ആരാധനയുടെ കാര്യങ്ങളിൽ അതൊരു ഒബ്ലിഗേഷനായി കാണുകയും കർത്താവിനോടുള്ള ബന്ധം സുദൃഢമായി നിർത്തുകയും ചെയ്യുന്നത് ഒരു സന്തോഷം. That's what we call the freedom, the joy of the salvation, what we call. That's not set apart for the Pentecostal context here. It's for everyone who is coming near to the Lord. വളരെ സന്തോഷകരമായ ആത്മാവിൽ ജോയ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഗ്രിഗോറിയസ് തിരുമേനിയുടെ, നിങ്ങൾ ആ ബുക്ക് ഒരു ചെറിയതാണ്, നമ്മുടെ ആരാധന പൗരസ്ത്യ ലിറ്റർജിയുടെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ലളിതമായിട്ട് തിരുമേനി പ്രതിപാദിച്ചിരിക്കുന്നതാണ് ജോയ് ഓഫ് ഫ്രീഡം. ഏറ്റവും ആ പുസ്തകം മേടിച്ച് വായിക്കും. ആരാധനയുടെ ആ ഒരു സന്തോഷവും നമ്മുടെ ലിറ്റർജിയുടെ മഹത്വവും ഒക്കെ ലളിതമായിട്ട് വിശദീകരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് പ്രിയമുള്ളവരെ, നിങ്ങളോട് ഒടുവിലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ പരമാനന്ദം ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടില്ല. ലെറ്റ് വാട്ട് മേ കം, യു വോണ്ട് ഫിയർ. ലെറ്റ് ദ സ്കൈ കം ഡൗൺ, യു ഡോണ്ട് ഫിയർ. അതാണ് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു പാറമേൽ. ആരാണ് പാറ? കോർണർ സ്റ്റോൺ ഈസ് ജീസസ്. ഇറ്റ്സ് ഓൾറെഡി ലേഡ്. ഓക്കേ, യു ഡോണ്ട് ഹാവ് ടു പുട്ട് അനദർ കോർണർ സ്റ്റോൺ. ഇറ്റ്സ് ഓൾറെഡി ദേർ. യു ഹാവ് ടു ബിൽഡ് ഓൺ ദാറ്റ്. എനിക്ക് ചെറിയ കുറിച്ച് എനിക്ക് അത്രയും പ്രശ്നം. കമ്മിറ്റിക്കാരനൊക്കെ ആണെങ്കിൽ ഷറത്ത് കേൾക്കുന്നുണ്ടോ? നോ എക്സ്ക്യൂസ്. വേറെ എന്ത് കഴിഞ്ഞ 2 ആഴ്ച പള്ളിയിലുണ്ടായിരുന്നു. പിന്നെ വേറെ ആരൊക്കെ ഇവിടെ ഉണ്ടായി? എല്ലാവരും എല്ലാം കൂടെ എപ്പോഴും ബാക്കിയുള്ള എല്ലാവരോടും കൂടെ ഞാൻ ഈ പറയുന്നത്, നിങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യുബിൾ ആയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി. This is very precious, amazing promise. Salvation is very, very important. അത് സ്വന്തമാക്കി മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അതിനും പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ കാണുന്നുണ്ട് അതിനെന്ത് എന്നെ കണ്ട് കാണാതെ മറന്നിരിക്കുന്നു. അതിനെ കുഞ്ഞിനെ എടുത്തുണ്ടായി. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്നത് ഇനി അങ്ങോട്ട് ഈ പള്ളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രായമായവർ വന്ന് പള്ളി ഭരിക്കട്ടെ, ക്ലീൻ ചെയ്യട്ടെ, ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രോസസ് നമുക്ക് വളരെ കാലം മുന്നോട്ട് കൊണ്ടുപോകണം. You have to take the baton and you have to run the race. Okay? So keep going with the momentum of the hand. ആ കാര്യത്തിലൊക്കെ നിങ്ങൾ സൺഡേയിൽ വരുന്ന പ്രസൻസിലാണെങ്കിലും എന്താണ് പള്ളിക്ക് വേണ്ടി ചെയ്യേണ്ടത്, ആരാധനയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഡെഡിക്കേഷൻ വേണം എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ആർക്കൊരു പ്രയാസമുണ്ടോ? പ്രയാസപ്പെടുന്ന കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ പറയാതിരിക്കട്ടെ. അതുകൊണ്ട് നല്ല പിള്ളേരായിട്ട് ആ ഒരു സന്തോഷവും സ്നേഹമൊക്കെ
മലയാളത്തോളം അറിയാൻ പാടില്ലാത്ത നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തനസ്തുതികളാൽ ആകാശവും ഭൂമിയും തന്നെ വലിയ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നമുക്ക് സ്തുതി. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive our trespasses, as we also forgive our debtors. Lead us not into temptation, but deliver us from evil. Thine is the kingdom, the power, and the glory, forever and ever. Is to Mary, full of grace, Lord is with thee, blessed thou art, blessed is the fruit of thy womb, Jesus Christ. Who just said, Mary, Mother of God, pray for us sinners now and at our death. For that, amen. Shubha bole brovel ruho kadisho. O Lord, make total your harmony and peace in this house, and bless everything in it. May their income and expenses be for the glory of your holy name, and be dispensed with justice. Make it prosperous with favors and blessings that are from you. Grant joy to those who dwell in it, and may they please you in all things that are hidden or manifest all the days of their lives. Grant rest and good memory to their departed ones, and our Lord and our God forever. Amen. ആത്മാവിനെ നിങ്ങൾ ഉയർത്തുന്നേ നാദാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ എൻ ശരണം, ലജ്ജിക്കരുതേ ഞാൻ. ദോഷികൾ നാണിക്കും പാഴ്പണിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാഥാ നിൻ പാതകൾ എന്നെ കാട്ടിടുക. അറിയിക്കണമെന്നേ നിൻ ചെറുവഴികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നേരിലയച്ചെന്നെ പരിശീലിപ്പിക്കാം. ബാറക്കുമോർ ശുഭലാബുൽ ബ്രോവൽ റൂഹോ കാദീശോ. വത്സലനെ ജലനിധിയിൽ നിധിയുള്ളവനായേ, വീണ്ടവനെ ദുരിതമഹാജലനിധികളിൽ നിൻ അടിയാരെ വീണ്ടേടേണം. നമ്മളെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതി സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയല്ല ഇപ്പോഴും സദാ നേരവും ഇടവിടാതെ അർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. Glory to you, Lord Jesus Christ, for your holy mouth commanded his true disciples. Greet peace to every house in which you enter. Lord, may your peace and concord dwell in this house, and sign its doorpost against all harms. Protect them from all pain, sickness, and sins. Rescue its inhabitants from afflictions and sorrows.
Deliver them from all offenses and abominations, and protect its neighbors, and bring back those who are away. Visit its sick, and absolve its departed. Fill those who live here with your truth and piety, mercies, love, and compassion. May they honor, worship, and praise you, now and always, forever and ever. Amen. God drew near to Abraham, his friend, and in the mystery of the Holy Trinity, the one who is the consuming fire came down from the height of his honor and sat down under a tree. The who planted trees of paradise walked on earth like a poor one. The one whose throne is in the heaven and footstool is there came towards Abraham like a mean one. On seeing him, Abraham ran towards him and bowed before him, whom even the angels cannot gaze upon. He beseeched him, saying, Lord, if I have found favor in your sight, do not pass by your servant. May I take a little water and wash your feet and recline under the tree while I fetch a morsel of bread, that you may refresh yourselves, and after that you may pass on, since you have passed on your servant. This was pleasing to his majesty, and rested like very and ate amazingly what was said his servant Abraham, and blessed him and his wife Sarah and his possessions. O Lord, by this fragrant incense that you have offered before you, bless the house of his servant and his possessions. Now, O Lord, I beseech your mercy and compassion for this house and those who dwell in it. Now may the supplication of your servant reach your presence, and may this house become prosperous, and the dwellers be justified and be saved. May they be enriched by your goodness, and may we all see you compassion. O Lord, who has compassion on the sinners and places with the penitents, have pity on us, and by the abundance of your loving kindness, have mercy upon us. Be pleased, O Lord, and receive our incense and prayers, and sanctify our souls, and absolve us and our faithful departed. We will offer up glory and praise to you and your only begotten Son and your Holy Spirit, now and always, forever and ever. Amen. Thank God, may we receive remission of debts and forgiveness of sins in both worlds, forever and ever. Amen. Word with Abraham, Tadam Tan Bhavanam, Munuguman Maral, Sashal Manavalam Mashila, Sakai Bhavanate Varti, Soradagere Riyaviti, Truttam Vani Danamenal, Talamurayal Iduvarthapedanam, Evangelionil Moran. ചൊല്ലിക്കേട്ടെ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീടേ ദാവീദനെ കൈക്കൊള്ളൂ അബ്രാഹാമിൻ ഭവനം പോൽ ഞങ്ങളുടെ ഭവനത്തെ രക്ഷകരെ വാഴ്ത്തുക തൃക്കയ്യാ ബാറക്കുമു ശുഭലാബോല ബുറോവൽ റൂഹോ കാദീശോ ഏലിയാവിൻ ആശീർവാദത്താൽ വിധവാഗേഹത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കൊമ്പിൽ തൈലവും മറ്റില്ല പാവരമാർന്നിടട്ടെ നിൻ ഭക്തരടഞ്ഞൊരു ഭവനം നൽ തലമുറയോ ഇത് വാഴ്ത്തപ്പെടണം മുറിയുറായി മെലിനുവതായി. Christ our God, who said to his holy disciples,
Every house in which you enter and which receives you receives me. Lord Jesus Christ, bless this house of your worshippers and gladden your servants on account of your holy name. Grant them, O Lord, that with pleasant faces, joy and exultation, they may receive good reward from you in both worlds, now and always, forever and ever. Amen. Hallelujah, hallelujah. മാതാവിൻ വെളിവും വിശ്വാസമതും നൽകിയിടണമേ. സ്വാതന്ത്ര്യത്തുളി പാവനഗിരിശിബിരങ്ങളിലേക്കും അയച്ചിടണമെന്നേ. ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പറക്കുമോർ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജയം രക്ഷ അറിയിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. പരിശുദ്ധ കന്യകമറിയാമെന്ന ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. Gospel according to St. Luke, chapter 19, verses 1 to 10. When Jesus entered Jericho and was passing through, a man named Zacchaeus, who was rich and a chief tax collector, sought to see who Jesus was. But he could not, on account of the crowd, because Zacchaeus was small of stature. So he climbed up into a sycamore tree to see him, for he was to pass that way. And when Jesus came to that place, he saw him and said to him, Zacchaeus, make haste and come down, for I must stay at your house today. So he made haste and came down and received him joyfully. When they saw it, they all murmured and said, he has gone and stayed with a sinner. Zacchaeus stood up and said to the Lord, behold, Lord, the half of my goods I give to the poor, and if I have defrauded anyone of anything, I restore it fourfold. Jesus said to him, today salvation come to this house, since he also is a son of Abraham. For the Son of Man came to seek and to save the lost. Peace be with you all. കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ട മക്കളിലും ഉണ്ടാകേണം ഗൂഢം വീട്ടിൽ പ്രാർത്ഥിപ്പതിലാണുടയോനീഷ്ടം ശബ്ദ താലല്ലാർന്നതു ഭാഗ്യം ധർമ്മേശ്വരന്മാർ സൗമ്യം. പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി ചൂടയ്ക്കുള്ളിൽ ഹാലയെന്ന പ്രാർത്ഥിച്ചപ്പോൾ തീക്കുണ്ടത്തിന്നവരെ ദൈവം സംരക്ഷിച്ചു. നിര്യാണം ന്യായത്തിൻ പീഠം നരകം മൂന്നും ബിയെ കീഴുന്നൻ കർത്താവേ എന്നുള്ള. God of gods and Lord of lords, who answers those who call upon you in faith, accept our feeble prayers, though we are weak, sinful and unworthy. Just as you protected Noah, his children, animals, birds and reptiles in the ark during the flood, just as you saved your friend Abraham from the sword of enemy kings and blessed him and his possessions, just as you saved Lot from the fire of Sodom, just as you protected Jacob in the household of Laban, made him great and increased his wealth,
Just as you protected Joseph in Egypt and made him Lord and